ഹായ് ഹലോ. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് എന്ന യൂണിറ്റിന്റെ അവസാന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തോടു കൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സ്ക്രീന് എല്ലാവർക്കും കാണുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇങ്ങനെ സ്ലൈഡുകൾ മാറി പോകുമ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് മൊത്തം പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ചെറിയ ഒരു ഔട്ട്ലൈൻ, ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കാണാം. Meaning and definition of motivation, some other definitions of motivation, and characteristics of motivation, kind of motivation, that means motives, and motivation, theories of motivation. Just ഒരു തിയറികളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ദെൻ തിയറികൾ തുടങ്ങുകയാണ്. മാസ്ലോന്റെ ഹയറാർക്കിയൽ നീഡ്സ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് മാസ്ലോസ് തിയറി, ഡെഫിഷ്യൻസി നീഡ്സ് ആൻഡ് ഗ്രോത്ത് നീഡ്സ്, രണ്ട് നീഡ്സിൽ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, ആൻഡ് സെൽഫ് ആക്ച്വലൈസേഴ്സിന്റെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ആരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തുക. ദെൻ വാട്ട് ഇസ് ആസ്പിറേഷൻ, ആൻഡ് വീണ്ടും ഇവിടെ രണ്ട് തരം മോട്ടിവേഷൻസിനെ പറയുന്നു, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ദെൻ ഈ ഒരു ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് മോട്ടിവേഷന്റെ ലിമിറ്റേഷൻ ആണ്. ആൻഡ് മോട്ടിവേഷൻ സ്ട്രാറ്റജീസ് ഇൻ ദ ക്ലാസ് റൂം, ക്ലാസ് റൂമിൽ എന്തൊക്കെ മോട്ടിവേഷണൽ സ്ട്രാറ്റജീസ് കൊടുക്കാം, ആരാണ് ഒരു മോട്ടിവേറ്റിംഗ് ടീച്ചർ ആവുക. ആൻഡ് പിന്നെ ഈ ഒരു മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് ലേണിംഗ് എന്നുള്ളത് ഓൾറെഡി മുന്നത്തെ യൂണിറ്റിൽ പഠിച്ചതുകൊണ്ട് ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഫില്ല് ചെയ്യാതെ പോയതാണ്. അവിടെ ലേണിംഗിന്റെ ഡെഫിനിഷൻസ് ആണ് വരുന്നത്. ആൻഡ് നാച്ചർ ഓഫ് ലേണിംഗ്, ഒരു 5-6 നാച്ചർ. ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേണിംഗ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് എന്നും പറയാം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ലേണിംഗ് എന്നും പറയാം. ദെൻ മേജർ ലേണിംഗ് തിയറീസിനെ പരിചയപ്പെടുത്തുകയാണ്. അസോസിയേഷൻ തിയറിയും ഫീൽഡ് ഓർ കൊഗ്നിറ്റീവ് തിയറീസ് എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ഒരു ക്ലാസ്സിൽ. അവിടെ താങ്ക് യു ഇട്ടത് അവിടെ യൂണിറ്റ് കഴിഞ്ഞതല്ല, ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ താങ്ക് യു ആണ്. ഓക്കെ, അതിന് ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് തരാം. ദെൻ ഇത് തമ്മിലുള്ള അസോസിയേഷൻ ആൻഡ് ഫീൽഡ് തിയറീസ് തമ്മിലുള്ള ഡിഫറൻസസ് അതൊരു ടേബിൾ ആയി കൊടുത്തിട്ടുണ്ട്. ദെൻ തൊണ്ടേക്കിന്റെ കണക്ഷനിസം, അതിൽ നമ്മൾ ട്രയൽ ആൻഡ് എറർ തിയറി എന്നും പറയാറുണ്ട്. ദെൻ തൊണ്ടേക്കിന്റെ ആ ഒരു പസിൽ ബോക്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാണ്. ദെൻ അതിൽ നിന്നുള്ള കുറച്ച് ലോകളാണ്, സബ് ലോകളാണ്, ലോ ഓഫ് ലേണിംഗ് ആൻഡ് ലോ ഓഫ് എക്സസൈസ് എന്നൊക്കെയുള്ള കുറച്ച് ലോകളാണ്. അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനും അവിടെ നിങ്ങൾക്ക് കാണാം. ദെൻ ലോ ഓഫ് എഫക്റ്റ് ആണ് 3, അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ കാണാം. പിന്നീട് തൊണ്ടേക്കിന്റെ തിയറിയുടെ ലിമിറ്റേഷൻസ് ആണ്. എല്ലാ തിയറികൾക്കും എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാകും, ലിമിറ്റേഷൻസ് ഉണ്ടാവും കേട്ടോ. അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും. ദെൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലേക്കാണ് പിന്നെ പോയത്. ഇത് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിന്റെ ഒരു ഇമേജ് ആണ്. ദെൻ പാവ്ലോവിന്റെ എക്സ്പെരിമെന്റ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഷോർട്ട് ആക്കി കൊടുത്തിട്ടുള്ളത്. ദെൻ അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ, ലിമിറ്റേഷൻ. ദെൻ ലോ ഓഫ് കണ്ടീഷനിങ് ആണ്. അതിലുള്ള കുറച്ച് ഈ ഒരു പാവ്ലോവിന്റെ തിയറിന്റെ ബാക്കിയാണ് കുറച്ച് കണ്ടീഷനിങ് തിയറികൾ. ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്, അതിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പണിഷ്മെന്റ്. ദെൻ സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നുള്ള തിയറി, സ്കിന്നർ ബോക്സിനെ നമുക്കിവിടെ കാണാം, അതിന്റെ എക്സ്പെരിമെന്റ് എങ്ങനെ നടക്കണം എന്നുള്ളതായിരുന്നു. പിന്നീട് അതിന്റെ ആ എക്സ്പെരിമെന്റിന്റെ ഒരു ഷോർട്ട് ആക്കിയിട്ടുള്ള ഒരു രൂപമാണ് ഇവിടെ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത്. അതിനുശേഷം അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ, ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെയും ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ്, കമ്പാരിസൺ ആണ് ആക്ച്വലി. ഇത് ടെക്സ്റ്റിലുള്ളതാണ്, അത് ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചതാണ്. ആൻഡ് ഇതും അതിന്റെ ബാക്കിയാണ്, അത് ബാക്കിയല്ല, അതിന്റെ ഫസ്റ്റ് ഒരു 5 പോയിന്റ് മാത്രമാണ് ഈ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത്. അഥവാ ഈ ഒരു ടാബിൾ തന്നെയാണ് ഈ ഒരു സ്ലൈഡിലും ഉള്ളത്. ദെൻ റീഇൻഫോഴ്സ്മെന്റും ഫീഡ്ബാക്കും തമ്മിലുള്ള ഒരു ചെറിയ ഡിഫറൻസിയേഷൻ. പിന്നെ ജീൻ പിയാഷെന്റെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതിൽ ഉള്ള 4 ഇമ്പോർട്ടന്റ് സ്റ്റേജസ്, സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 4 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അതിൽ ഓരോ സ്റ്റേജിന്റെയും ഫീച്ചേഴ്സ്, സെൻസറി മോട്ടോറിൽ എന്താണ് സംഭവിക്കുക, പ്രീ ഓപ്പറേഷനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, കോൺക്രീറ്റ് ഓപ്പറേഷനിൽ എന്തൊക്കെ സംഭവിക്കും, ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ എന്താണ് സംഭവിക്കുക, അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനും അതിന്റെ ഓക്കെ. അത്രയാണ് ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അല്ല കൺസ്ട്രക്റ്റിവിസം ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. ജോൺ ഡ്യൂയിയുടെ തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം ആണ് ആക്ച്വലി ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അതിന്റെ ഫസ്റ്റ് ഫോം ആണ്, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ഫോം ആണ് കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത്. സോ ജോൺ ഡ്യൂയി എന്താണ് കൺസ്ട്രക്റ്റിവിസത്തെ കുറിച്ച് പറഞ്ഞതെന്നാണ് ഈ ഒരു സ്ലൈഡിൽ കണ്ടത്. ദെൻ അതിന്റെ ഒരു നാച്ചർ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നാച്ചർ, ഇതൊക്കെ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് മനസ്സിലാക്കാം. ദെൻ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ടീച്ചർ ഇൻ ദ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം. ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂമിൽ ടീച്ചർ എങ്ങനെയാവണം എന്നുള്ളതാണ് ഇവിടെ ഒരു 7 പോയിന്റിൽ പറഞ്ഞത്. ഇത് 7 പോയിന്റ് ഒന്നല്ല, ഇനിയും പോയിന്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ 4 phases in the teachers planning. അതിന് ഡിസിഷൻ മേക്കിംഗ്, ഡിസിഷൻ സെറ്റിംഗ്, ദ ലാൻഡിംഗ് ടാസ്ക്, മോണിറ്ററിംഗ് സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഇങ്ങനെയുള്ള ഒരു 4 phases, 4 ഘട്ടങ്ങൾ നമ്മൾ അവിടെ കണ്ടു. അത്രയാണ് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. ഇനി ഈ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആൻഡ് ഇറ്റ്സ് ബേസിക് പ്രിമൈസസ് എന്നതായിരിക്കും ഇന്ന് ഇതായിരിക്കും ഇനി ഫോളോ ചെയ്യാനുണ്ടാവുക. സോ ഇവിടെ മുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. സോ ഹ്യൂമാനിസം ഓർ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്താ എന്നുള്ളതാണ് ഇതിലൊരു കോൺസെപ്റ്റ്. അതാണ് ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. സോ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ദാറ്റ് മീൻസ് ഓരോ ഇൻഡിവിജ്വൽസിനും, നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് വരും മുമ്പ്, ഓരോ വ്യക്തികൾക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക്, അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ലേണിംഗിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൊരു ബേസ്. ഓക്കെ, സോ ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഈച്ച് ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ, സ്ട്രെസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇപ്പൊ ഇവിടെ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ പറയുന്നത് ഓരോ മനുഷ്യന്റെയും പൊട്ടൻഷ്യലിന് നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ഗ്രോത്ത്, അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പഠന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കലാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ പറയുന്നത്. അപ്പൊ ഓരോ മനുഷ്യനും അവന്റെ കഴിവുകൾക്കും അവന്റെ ഇഷ്ടങ്ങൾക്കും അവന്റെ ആഗ്രഹങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസ്. ഓക്കെ, ഇതിലെ സെക്കൻഡ് പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പീപ്പിൾ ആർ ഇന്നേറ്റ്ലി ഗുഡ് എന്നാണ് പറയുന്നത്. അഥവാ ബേസിക്കലി എല്ലാ മനുഷ്യരും നല്ലവരാണ്, അല്ലേ? ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടോ? ബേസിക്കലി എല്ലാ മനുഷ്യരും നല്ലതാണെന്നുള്ള അഭിപ്രായം ഉണ്ടോ? അതെ, സാഹചര്യം ഒരു പക്ഷെ മാറ്റാം. നമ്മൾ പറയാറുണ്ട് ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല, സാഹചര്യമാണ് പിന്നെ മനുഷ്യനെ കള്ളനാക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? ശരിക്കും ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് അറിയോ? കുറച്ച് ജനറ്റിക്കലി കിട്ടും, അല്ലാണ്ട് സാഹചര്യം. അഥവാ ജീവിക്കുന്ന എൻവയോൺമെന്റിൽ നിന്ന് കിട്ടും. ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് ആണ്. ഇതിൽ ഏതായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഹെറിഡിറ്ററി ആണോ എൻവയോൺമെന്റ്? എൻവയോൺമെന്റാ? ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ അതില് തിയറികൾ, ഇതിലെപ്പോഴും വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഒക്കെ, ഡിബേറ്റ് ഒക്കെ നടക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഞങ്ങൾ BEd പഠിച്ചപ്പോൾ ഞങ്ങൾ ഡിബേറ്റ് നടത്തിയ ടോപ്പിക് ആയിരുന്നത് ഹെറിഡിറ്ററി ഓർ എൻവയോൺമെന്റ്. അത് നമ്മൾ ഏതാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാന്നൊക്കെ ഉള്ളതായിരുന്നു. ആക്ച്വലി ചില പഠനങ്ങൾ പറയുന്നത് ഇത് 50-50 ആണെന്നൊക്കെയാണ്. ഓക്കെ, എന്തായാലും ഹെറിഡിറ്ററി തീർച്ചയായിട്ടും നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു കുട്ടി മോഷണത്തിന്റെ സൂചനകൾ കാണിക്കുകയാണെങ്കിൽ നമ്മള് അവന്റെ ഫോർഫാദേഴ്സിലേക്കോ അല്ലെങ്കിൽ പാരന്റ്സിലേക്കോ ഒക്കെ പോയി നോക്കിയാൽ മതി. അവര് ഒരു പുറമെ അതിന്റെ ഒരു സൂചന കാണിച്ചില്ലെങ്കിലും ഇന്റേണലി അവർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാകും എന്നൊക്കെയാണ് പറയാ. സോ എനിവേ എല്ലാവരും എന്താണ് ഇന്നസെന്റ് ആയിട്ടാണ് ജനിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസ്. മെന്റൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് റിസൾട്ട് ഫ്രം ഡീവിയേഷൻ ഫ്രം ഹിസ് നാച്ചുറൽ ടെൻഡൻസി. സോ അവന്റെ ടെൻഡൻസീസ് അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് അവന് മെന്റൽ ഒരു സോഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം. അവൻ നേരിടുന്ന വെല്ലുവിളികളോ അല്ലെങ്കിൽ അവൻ ജീവിച്ചു പോകുന്ന സിറ്റുവേഷൻസോ ഒക്കെ ആയിരിക്കാം അവനെ മറ്റു പല ക്യാരക്ടറുകൾ അവനിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്നാണ് ഈ ഒരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ പറയുന്നത്. ഇത് എല്ലാ അധ്യാപകരെ സംബന്ധിച്ചും ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. കാരണം നമ്മൾ എപ്പോഴും ചില കുട്ടികളെ മാറ്റി നിർത്തും. അവൻ പോരാ, അവൻ വികൃതിയാണ്, അവൻ അനുസരണമില്ലാത്തവനാണ്, അവൻ ധിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞു മാറ്റി നിർത്തുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും എന്തുണ്ട്, അല്ലെങ്കിൽ എല്ലാ ബാഡ് ബിഹേവിയേഴ്സിനും എല്ലാത്തിനും ഒരു റീസണും ഉണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു കുട്ടികള് ബാഡ് ബിഹേവിയർ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാകും എന്നുള്ളതാണ്.
ആ റീസണെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ആ ബിഹേവിയർ മാത്രം ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അഥവാ നമ്മൊരു മാൽ അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു മിസ്ബിഹേവിയറോ ഒരാൾ കാണുകയാണെങ്കിൽ അതിന്റെ റീസൺ തപ്പി പോകണം എന്നുള്ളതാണ്. ആ ബിഹേവിയർ കട്ട് ചെയ്യാൻ മാത്രം ശ്രമിച്ചാൽ പോരാ എന്നുള്ളതാണ് സൈക്കോളജിന്റെ ബേസ്. ഓക്കെ, സോ ദേ ലുക്ക് അറ്റ് ദ ഹ്യൂമൻ ബിഹേവിയർ ത്രൂ ദ ഐസ് ഓഫ് പേഴ്സൺ എക്സിബിറ്റിംഗ് ദ ബിഹേവിയർ. ഓരോരുത്തർ എന്താണ് അവരുടെ സ്വഭാവങ്ങൾ എക്സിബിറ്റ് ചെയ്യുന്നത്, നമുക്ക് മുന്നിൽ കാണിക്കുന്നതും, സോ അവരിലൂടെ അവന്റെ ആ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ, അത് മനുഷ്യരിലൂടെ തന്നെയാണ് മനുഷ്യന്റെ ഹൃദയങ്ങളെ അല്ലെങ്കിൽ മനുഷ്യന്റെ ബിഹേവിയറിനെ കാണാന് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി തയ്യാറാവുന്നത്. സോ അവന്റെ പ്രശ്നത്തിന് അവന്റെ ഒരു മാറ്റത്തിനൊക്കെ ഒരു കാരണം അവനുണ്ടാകാം, അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസ്. ദേ ബിലീവ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഈസ് കണക്റ്റഡ് ടു ഹിസ് ഇന്നർ ഫീലിങ്സ്. അല്ലെ, ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിൽ ഓരോ പോലെയാണ് പെരുമാറാം. അപ്പൊ അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഇന്നർ ഫീലിംഗിന്റെ റിസൾട്ട് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ഇറിറ്റേറ്റഡ് ആക്കാം. അതുപോലെ തന്നെ സെൽഫ് ഇമേജ്, സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ ഓരോരുത്തരുടെയും ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. റൈറ്റ്. ഇപ്പോ എല്ലാ സമയത്തും ഒരാൾ ഒരുപോലെ പെരുമാറണം എന്നില്ല, എല്ലാവരും ഒരേ സന്ദർഭത്തിൽ ഒരുപോലെ പെരുമാറണം എന്നും ഇല്ല. അവരുടെയൊക്കെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്, സെൽഫ് ഇമേജ്, സെൽഫ് കോൺഫിഡൻസ്, that is different. Then by enlightening an individual to correctly understand himself and his environment, this behavior could be corrected. അപ്പോൾ ഒരാൾക്ക് എന്താണ് തന്റെ ജീവിതം, എന്താണ് ചുറ്റുപാട്, എന്താണ് മറ്റുള്ളവർ എന്നുള്ള കുറെ ഒരു ബേസിക് കോൺസെപ്റ്റ്, കുറച്ച് തിരിച്ചറിവുകൾ കൊടുത്താലേ ആ വ്യക്തിയെ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് അബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, റോളോമേ, ഗോർഡൻ ആൽപോർട്ട്, ഇവരൊക്കെയാണ് ഇതിന്റെ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട്, ഈ ഒരു തിയറിയിലേക്കുള്ള മെയിൻ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളുകൾ ഈ ഒരു സൈക്കോളജിസ്റ്റുകളൊക്കെയാണ് എന്നാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാറുള്ളത്. ഇനി അങ്ങനെ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിക്കാർ എന്താണ് ലേണിങ്ങിനെ കുറിച്ച് പറയണെന്നാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ലേണിങ്ങിനെ അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആസ് എ ഫംഗ്ഷൻ ഓഫ് ദ ഹോൾ പേഴ്സൺ യൂസിങ് ഹിസ് പൊട്ടൻഷ്യൽ എബിലിറ്റീസ് ഫുള്ളി. ആക്ച്വലി എല്ലാ മനുഷ്യരും അവരുടെ എബിലിറ്റീസ് ഫുള്ളി ഫങ്ഷൻ ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ലേണിംഗ് സംഭവിക്കുന്നത് എന്നാണ്. ലേണിംഗ് കനോട്ട് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ഇൻവോൾവിങ് കോഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് ഡൊമൈൻസ്. ശരിക്ക് ഇത് ഇഫക്റ്റീവ് അല്ലോട്ടോ, അഫക്റ്റീവ് ഡൊമൈൻ എന്നുള്ളതായിരിക്കും കേട്ടോ. അവന്റെ മനസ്സ്, അവന്റെ ബുദ്ധി, ഇതെല്ലാം അവന് ഡെഡിക്കേറ്റഡ് ആകുമ്പോൾ, അതെല്ലാം അവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ലേണിംഗ് എന്നുള്ള ഒരു സംഭവം നടക്കുക. അല്ലാണ്ട് ജസ്റ്റ് ഒരാളുടെ ഒരു സ്വഭാവം കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ലേണിംഗ് നടക്കൂല എന്നുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി പ്രകാരം പറയുന്നത്. സോ ലേണിംഗ് ഈസ് ഫോസ്റ്റേർഡ് ബൈ സ്ട്രക്ചറിങ് വെൽ ദ ഇൻഫർമേഷൻ പ്രസന്റഡ്, പ്രൊവൈഡിങ് ഫോർ കോൺഷ്യസ് ചോയ്സസ് ആൻഡ് കൺട്രോൾ ഓഫ് വൺസ് ഓൺ ആക്ഷൻസ്. അപ്പോൾ ഇവിടെ ലേണിംഗ് ഫോസ്റ്റർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ബൈ സ്ട്രക്ചറിങ് വെൽ ദ ഇൻഫർമേഷൻ പ്രസന്റഡ്. നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ കൃത്യമായി സ്ട്രക്ചർ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കൃത്യമായി സ്ട്രക്ചർ ചെയ്തിട്ടും കോൺഷ്യസ് ചോയ്സസ് അതിന്മേൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ആക്ഷൻസിനെയും നമ്മുടെ ഫീലിങ്സിനെയും തോട്ട്സിനെയും ഒക്കെ ലിമിറ്റ് ചെയ്ത് അതിന്മേൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ലേണിംഗ് നടക്കുക. ലിങ്കിങ് ലേണിംഗ് മെറ്റീരിയൽസ് വിത്ത് ദ പ്രസന്റ് നീഡ്സ് ഓഫ് ദ ലേണർ. നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ആ പ്രസന്റ് നീഡ്സിനൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് നേടി നമ്മുടെ ഇമോഷൻസും നമ്മുടെ നോളജും ഒക്കെ ബൂസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തുള്ള ഒരു പ്രോസസ്സാണ് ആക്ച്വലി ലേണിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഇൻവോൾവിംഗ് ദ ലേണർ മെന്റലി ആൻഡ് ഇമോഷണലി ഇൻ ദ ലേണിംഗ് ആക്ടിവിറ്റീസ്. സോ ഒരു ലേണർ എന്ത് ചെയ്യണം, മെന്റലി ഇമോഷണലി, അതാണ് കൊഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അത്തരം കോൺട്രിബ്യൂഷൻസ് ഒരാൾ കൊടുക്കുമ്പോൾ മാത്രമേ ലേണിംഗ് നടക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഒരാളെ നിർബന്ധിച്ച് കുത്തിയിരുന്ന് അവരിങ്ങനെ ബുക്കിലേക്ക് നോക്കിയിരുന്നാല് ലേണിംഗ് നടക്കൂല. അവൻ കൊഗ്നിറ്റീവ് ആൻഡ് അഫക്റ്റീവ് ഡൊമൈൻസ് വർക്ക് ചെയ്യണം. അവന്റെ ബുദ്ധിയും അവന്റെ മനസ്സും അതിൽ എന്ത് ചെയ്യണം, ഇമോഷണലി അവൻ അതിനോട് അറ്റാച്ച്ഡ് ആയാൽ മാത്രമേ ലേണിംഗ് നടക്കൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസ്. ഓക്കെ, അപ്പം നമ്മൾ നിർബന്ധിച്ച് കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ പഠിക്കാൻ പറഞ്ഞ് കുട്ടി ബുക്കിന് മുന്നിൽ ഇരിക്കുമ്പോ അവിടെ പഠനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് എന്തായിരിക്കും? പഠനം നടക്കുന്നുണ്ടാവോ?
ആക്ടിങ് നടക്കുന്നുണ്ടാവും, പഠനം നടക്കുന്നുണ്ടാവും. വായന നടക്കുന്നുണ്ടാവാം, ഈ പറഞ്ഞ പോലെ ആക്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവാം. പക്ഷെ യഥാർത്ഥ ലേണിംഗ് നടക്കണമെങ്കിൽ അവൻ ഇമോഷണലി അതിനോട് അറ്റാച്ച്ഡ് ആവണം. അവന്റെ കൊഗ്നിഷൻ, അവന്റെ ബുദ്ധി, അവന്റെ അഫക്റ്റീവ് ഡൊമൈൻ, അവന്റെ മനസ്സും എല്ലാം അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒരാൾക്ക് പറ്റണം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് കോൺഷ്യസ് ചോയ്സസ് ആൻഡ് കൺട്രോൾ ഓഫ് ആക്ഷൻസ്. അഥവാ എപ്പോഴും ഗിവ് ഇമ്പോർട്ടൻസ് ചോയ്സസ് ഓഫ് ലേണിംഗ് അക്കോർഡിംഗ് ടു ദെയർ വിഷ്. ഒരു കുട്ടിക്ക് അവന്റെ വിഷ് അനുസരിച്ച്, അവന്റെ ആഗ്രഹം അനുസരിച്ച് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണം. ഇത് സാധാരണ എപ്പോഴാണ് ഇല്ലാതിരിക്കാന്ന് വെച്ചാല് 10ാം ക്ലാസ് വരെയൊക്കെ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. +1 മുതൽ കുട്ടി പറയും എനിക്ക് സയൻസ് വേണമെന്ന്, നമ്മൾ പറയും പറ്റില്ല കൊമേഴ്സ് എടുത്താൽ മതിയെന്ന്. അല്ലെങ്കിൽ കുട്ടി പറയും എനിക്ക് ഹ്യൂമാനിറ്റീസ് മതിയെന്ന്, നമ്മൾ പറയും പറ്റൂല സയൻസ് എടുക്കണം എന്ന്. അല്ലെങ്കിൽ നമ്മൾ അവൻ എന്തെങ്കിലും ടെക്നിക്കൽ ഫീൽഡ് കൊണ്ടാക്കും, അവനത് ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ ഈ ഒരു DLEDന്റെ ക്ലാസ്സിലേക്ക് കാണുന്ന ഒരു പ്രശ്നമാണ്, ടീച്ചിങ്ങിന് താല്പര്യമില്ല, എന്നിട്ട് ഉമ്മ ടീച്ചറായിരിക്കും, ഉമ്മ നിർബന്ധിച്ച് DLEDന് ക്ലാസ് കൊണ്ടിരുത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവരെ കൊണ്ട് പിന്നെ നമ്മളങ്ങോട്ട് പിന്നെ എടങ്ങേറാവെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. സോ ലേണിംഗ് നടക്കണമെങ്കിൽ അത് അവനവനെ ഇഷ്ടമുള്ള സബ്ജക്ട് എടുത്തിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഒരു പോയിന്റ്. ദേ വിൽ ബി എൻഗേജ്ഡ്, ഇൻട്രസ്റ്റഡ് ആൻഡ് ആക്റ്റീവ് ഇൻ ലേണിംഗ്. അങ്ങനെയാണെങ്കിൽ if they choose their favorite subject, they will be engaged, interested and active in learning. അങ്ങനെ അവർക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ പിന്നെ അവരെ ഒന്നും ചെയ്യണ്ട, മോട്ടിവേഷൻ കൊടുക്കണ്ട, ഒന്നും വേണ്ട. അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, സെൽഫ് ഇനീഷ്യേറ്റഡ് ആയിരിക്കും, സെൽഫ് ലേണിംഗ് അവർ നടത്തിക്കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു കോഴ്സിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഫീൽഡ് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ വിഷ്, അവരുടെ ഒരു അംബിഷൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം അത് പരിഗണിക്കൽ വളരെ നിർബന്ധമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് കേൾക്കണം നിങ്ങളെങ്കിലും എന്ത് ചെയ്യണം, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ വലുതാവുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരോട് ചോദിക്കണം, വാട്ട് ഈസ് യുവർ വ്യൂ, വാട്ട് ഈസ് യുവർ വിഷ് എന്ന് ചോദിച്ചിട്ട് അവര് പറയുന്ന കോഴ്സ് കുറച്ച് സ്റ്റാൻഡേർഡ് കുറവാണെങ്കിലും അവരത് ആസ്വദിച്ച് പഠിച്ചോളും എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. Then felt needs, give importance to needs of the students. അത് കുട്ടികൾക്ക് എന്ത് വേണം, അവർക്ക് ഒരു നീഡ് ഫീൽ ചെയ്യണം, ഇത് എനിക്ക് പഠിക്കാനുള്ളതാണ് എന്നൊരു തോന്നൽ വരണം. ആ തോന്നൽ വരാത്തോടത്തോളം കാലം പഠനം നടക്കൂല. നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോയിന്റ് ആണ്. പിന്നെ ഒരു മൂന്നാമത്തെ പോയിന്റ് ഡെവലപ്മെന്റ് ഓഫ് ഹോൾ പേഴ്സൺ എന്നുള്ളതാണ്. അഥവാ നമ്മളൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ പിന്നെ ഒരു ടോപ്പിക് എടുത്താൽ മാത്രമേ നമ്മളെ നോളജും നമ്മുടെ ഫീലിങ്സും അതൊക്കെ ഒരു ഹോൾ ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. സോ ഷുഡ് പ്രൊവൈഡ് ദ നോളജ് ആൻഡ് ഫീലിങ്സ്. അപ്പൊ കുട്ടികൾക്ക് അത്തരം ടോപ്പിക്കുകൾ, സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടാനുള്ള ഒരു നോളജും അതല്ലെങ്കിൽ അത്തരത്തിലൊരു ഹോളിസ്റ്റിക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള കണ്ടന്റും നോളജും എക്സ്പീരിയൻസും നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അഥവാ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. give importance to the emotional development of the students. അവരെ എപ്പോഴും നമ്മൾ സബ്ജക്റ്റുമായി ഇമോഷണലി കണക്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പം ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ വിഷയം അനുസരിച്ചുള്ള പോയിന്റ് നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ, അതിനനുസരിച്ചുള്ള സബ്ജക്റ്റ് അവർ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോഴേ ഡെഡിക്കേഷൻ ഉണ്ടാവുള്ളൂ, അപ്പോഴേ അവരിൽ ആത്മാർത്ഥം ഉണ്ടാവുള്ളൂ, അവർ എൻഗേജഡ് ആവുള്ളൂ എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നിർബന്ധമായി നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ആരെങ്കിലും അഡ്വൈസ് വയ്ക്കുകയാണെങ്കിൽ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റണം. ദെൻ നമ്മൾ അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ കോൾ റോജേഴ്സിന്റെ തിയറി ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ. ഇവിടെ ഒരു മനുഷ്യൻ എപ്പോഴാണ് ഫുള്ളി ഫങ്ഷനിങ് ആവുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ ഏറ്റവും ദ ബെസ്റ്റ് പേഴ്സൺ എന്ന് ഒരാളെ നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുക. കോൾ റോജർ പറഞ്ഞു വെച്ച ചില പോയിന്റ്സ് ആണ് ഇവിടെ. ഒന്ന്, ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഫുൾഫിൽ ഹിസ് ലൈഫ് ഗോൾസ് ആൻഡ് അംബിഷൻ. ഈ ഒരു പോയിന്റുകൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തണം കേട്ടോ. നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം, ഈ പോയിന്റുകളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കണേ. ഇത് മാത്രമല്ല, നമ്മൾ ചിന്തിക്കുക മാത്രമല്ല, നമ്മുടെ മക്കളിലോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാം, എത്രത്തോളം ഉണ്ട് ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ്. ഒരു ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആണോ എന്ന് മനസ്സിലാവാനാണ്. റൈറ്റ്. ഒന്ന്, ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഫുൾഫിൽ ഹിസ് ലൈഫ് ഗോൾസ് ആൻഡ് അംബിഷൻസ്. ഒരാൾക്ക് ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാവണം. ആ ഗോൾ ഫുൾഫിൽ ചെയ്യാൻ അഥവാ ലക്ഷ്യം നേടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണം, അതിന് വേണ്ട കഴിവ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ ഡെഡിക്കേഷൻ അതുണ്ടാവണം. ആൻഡ് അംബിഷൻസ്,
അഥവാ നല്ല ഗോൾ ഉണ്ടാവുക, നല്ല ആംബിഷൻസ് ഉണ്ടാവുക, ആ ആംബിഷൻസിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ, അത് ഫിസിക്കലി, മെന്റലി, എല്ലാം സോഷ്യലി ഒക്കെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു കൃത്യമായ ഗോൾ ഉണ്ട്, ആംബിഷൻസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. സെൽഫ് അസസ്മെന്റ് നടത്തുന്നുണ്ടോ? യെസ് സർ എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും നടത്തണം. കൃത്യമായ ലക്ഷ്യമുണ്ടോ, ആംബിഷൻ ഉണ്ടോ? ഈ ഗോൾസ് പറയുമ്പോഴല്ലേ 2 തരം ഗോൾസ് ഉണ്ട് നമുക്ക്. ഏതൊക്കെ അറിയാം നമുക്ക്? ലോങ് ടേം, ഷോർട്ട് ടേം ആണോ? യെസ്. ആരാ ആൻസർ പറഞ്ഞത്? ഒരു പുതിയ സൗണ്ട്. പുതിയതാ? എനിക്ക് കാണില്ലല്ലോ, കേൾക്കണല്ലേ ഉള്ളൂ. അൻഷിത. അൻഷിത കുറച്ചു ദിവസം ലീവാണേ, അതുകൊണ്ട് പുതിയതായി. മറന്നുപോയി, സൗണ്ട് ഒക്കെ മറന്ന്. അപ്പം പിന്നെ ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും, അഥവാ ഞാനിപ്പോ ഈ ഒരു ക്ലാസ് വളരെ വൃത്തിയിട്ട് എടുക്കുക എന്ന് പറയുന്നത് എന്റെ ഒരു ഷോർട്ട് ടേം ഗോളാണ്. അല്ലെങ്കിൽ നാളത്തേക്കുള്ള എനിക്കൊരു PPT ഉണ്ടാക്കണം, അത് ഷോർട്ട് ടേം ഗോൾ ആയിരിക്കും. പക്ഷെ ലൈഫിൽ നമ്മളിങ്ങനെ ഇന്ന പൊസിഷൻക്ക് എത്തണം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ലോങ് ടേം ഗോൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. സോ ലോങ് ടേം ഗോൾ നമുക്ക് ചിലപ്പോൾ 1 or 2 വളരെ ചെറിയ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ലോങ് ടേം ഗോളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ കുറേ ഷോർട്ട് ടേം ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഷോർട്ട് ടേം ഗോൾ ഉണ്ടാവണം, ലോങ് ടേം ഗോൾ ഉണ്ടാവണം. ഓക്കെ, ഇത് അറിയില്ലെങ്കിൽ ഇത് ഇപ്പൊ മുതലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. റൈറ്റ്. 2, യൂസ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. അഥവാ പലപ്പോഴും നമ്മുടെ കഴിവുകൾ, അഥവാ നമ്മളുടെ ഫിസിക്കൽ എബിലിറ്റീസ് ആവാം, മെന്റൽ എബിലിറ്റീസ് ആവാം, ഫിനാൻസ് ആവാം, ഫെസിലിറ്റീസ് ആവാം, ഇതെല്ലാം നമ്മുടെ പൊട്ടൻഷ്യലായിട്ട് പരിഗണിക്കാം കേട്ടോ. അതിനെ ഫുള്ളി യൂസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ബുദ്ധിയുണ്ട്, നമ്മുടെ ഫുൾ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമുക്ക് കുറെ സമയമുണ്ട്, നമ്മുടെ സമയത്തെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ട്, ആ പൈസനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ നമ്മുടെ പൊട്ടൻഷ്യൽസ്, നമ്മുടെ സേവിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലെസ്സിങ്സ്, ഇതിനൊക്കെ നമുക്ക് ഫുള്ളി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നവരാണ് ആക്ച്വലി എന്തുള്ളത്, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ എന്ന് പറയണേ. കുറെ ടൈം വേസ്റ്റ് ആണ്, എവിടേക്കോ സമയം പോകണം, അവൻ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ അല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ പൈസ ഉണ്ട്, ഞാൻ അതൊന്നും ഉപയോഗിക്കൂല, ഫ്രൂട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗിക്കൂല എങ്കിൽ എന്തല്ല, ഞാൻ പിസ്കി ഫുഡ് ആഗ്രഹമുണ്ട് കഴിക്കൂല, അങ്ങനെയൊക്കെ പിസ്കി ഒക്കെ ആണെങ്കിലും ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ അല്ല. പക്ഷെ നമ്മുടെ സമയം, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മെമ്മറി, നമ്മുടെ ബുദ്ധി, അല്ലെ, അങ്ങനെയുള്ള നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ ഫുള്ളി പൊട്ടൻഷ്യൽസ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആണ്. 3rd വൺ, ആക്ടിങ് വിത്ത് പേഴ്സണൽ ചോയ്സസ്. അഥവാ നമുക്കൊക്കെ പേഴ്സണൽ ചോയ്സസ് ഉണ്ടോ? എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നു നമ്മൾ അനുസരിക്കുന്നു, അഥവാ അങ്ങനെയാണോ? അതല്ല, നമുക്ക് നമ്മുടേതായ പേഴ്സണൽ ചോയ്സസ് ഉണ്ടോ? അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെ നമ്മുടേതായ ഒരു തീരുമാനങ്ങളും നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളും നമ്മുടേതായ ഒരു സമയവും അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണേ, ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണേ. നമ്മള് സാധാരണ നമ്മുടെ ദിവസത്തെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇപ്പൊ രാവിലെ എണീക്കുന്നു, നേരെ അടുക്കളയിൽ പോകുന്നു, ഓക്കെ, അത് ഫാമിലിക്ക് വേണ്ടി സമയം മാറ്റി വെച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയിട്ട് മക്കളെ കാര്യങ്ങൾ ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ സ്കൂളിൽ പോകാൻ, ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ പോകുന്നു, നമ്മുടെ കമ്പനിക്ക് വേണ്ടി മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ കുറെ ആളുകൾക്ക് വേണ്ടി നമ്മൾ സമയങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്, ഇല്ലേ? നമുക്ക് മക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, പാർട്ട്ണർക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, പാരന്റ്സിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവാം, സൊസൈറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവാം, നെയ്ബേഴ്സിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവാം, കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവാം, സോഷ്യൽ മീഡിയക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവും. കുറെ ആളുകൾക്ക് നമ്മൾ നമ്മുടെ സമയങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് വേണ്ടി എത്ര സമയം ഏതൊക്കെ ദിവസങ്ങളിൽ നമ്മൾ മാറ്റി വെച്ചു? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി നമ്മൾ എത്ര മാറ്റി വെച്ചു? നമുക്കൊരു ഡ്രീം ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ എന്ത് മാറ്റി വെച്ചു? ഇങ്ങനെ നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തു? റൈറ്റ്. ആ ഒരു പോയിന്റിനെ കുറിച്ച് നമ്മളൊന്ന് കാര്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ്, നമ്മുടെ ഒരു ഇഷ്ടം, അതിനുവേണ്ടി നമ്മൾ എന്ത് മാറ്റി വെച്ചു എന്നുള്ളതാണ്. ദെൻ 4th വൺ, പ്രോഗ്രസ് ടുവേർഡ്സ് ലൈഫ് ഗോൾ ആൻഡ് സക്സീഡ് ഇറ്റ്. അപ്പം നമ്മുടെ ലൈഫ് ഗോൾ ഉണ്ടല്ലോ, ജീവിത ലക്ഷ്യം, അത് റിലീജിയസ്ലി നമുക്ക് ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ഭൗതികമായിട്ടുള്ള ജീവിത ലക്ഷ്യം ഉണ്ടാവും, പേഴ്സണൽ ലൈഫ് ഗോൾ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ, അതിലേക്ക് പ്രോഗ്രസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അഥവാ നമ്മൾ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ടോ? അങ്ങനെ വെക്കാൻ കഴിയുന്ന ആളുകളാണ് ഫുള്ളി ഫങ്ഷൻ.
പേഴ്സൺ എന്ന് പറയുന്നത്. ഒരു വലിയ ഡ്രീം ഒക്കെ അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിന് ഒറ്റ സ്റ്റെപ്പ് വെക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ലെങ്കിൽ നമ്മൾ എന്തല്ല ഫങ്ഷനിങ് പേഴ്സൺ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ഞാനേ നമ്മളെ സമയം അല്ലെങ്കിൽ നമ്മുടെ പൈസ എന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, മണി ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മളവിടെ നമ്മുടെ പൈസ ആണെങ്കിലും സമയമാണെങ്കിലും ഒക്കെ നമുക്ക് 2 തരത്തില് ഇങ്ങനെ പൈസയും സമയവും ഒക്കെ നമുക്ക് ചെലവാക്കാൻ പറ്റും. അതിനെ കുറിച്ച് കേട്ടോ നിങ്ങള്? ഇപ്പൊ ചെലവാക്കുന്ന പൈസനെ 2 ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അത് നമ്മൾ പറയുന്ന 2 പേരുകളാണ്. ഒന്ന് ഇൻവെസ്റ്റിംഗ് മണി, 2 സ്പെൻഡിങ് മണി. ഇപ്പൊ നിങ്ങൾ B.Ed ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഒരു ലക്ഷമോ അല്ലെങ്കിൽ 1,10,000 ഒക്കെ ചെലവാക്കിയിട്ടുണ്ടാവാം. ആ 1,00,000 രൂപ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് മണിയാണോ സ്പെൻഡിങ് മണിയാണോ? ഇൻവെസ്റ്റിംഗ് മണിയാണ്. ചില ആളുകൾ അതിനെ സ്പെൻഡിങ് മണിയായിട്ട് കാണും. ആരെയും ചോദിച്ചോ? ഡൗട്ട് ചോദിച്ചോ? വീട് വെക്കാൻ വേണ്ടിട്ടുള്ളതാണോ പറഞ്ഞത്? അല്ല, ഞാൻ നിങ്ങൾ B.Edന്റെ കാര്യം വെച്ചേ. ഇപ്പൊ വീട് വെക്കുകയാണെങ്കിലും നമ്മൾ വീടൊക്കെ വേണ്ടി 10 ലക്ഷം രൂപ ചെലവാക്കി. അത് ഇൻവെസ്റ്റിംഗ് മണിയാണോ സ്പെൻഡിങ് മണിയാണോ? അഥവാ ചിലപ്പോ 2 രൂപത്തിൽ വരും. അത് നമുക്കിപ്പോ ഒരു സാധാരണ ഒരു വീട് മതി, പക്ഷെ നമ്മൾ കുറെ ലാവിഷാക്കി കുറെ പൈസ ലക്ഷറീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്പെൻഡിങ് ആയിരിക്കും. പക്ഷെ ഒരു ലോങ് ടേം ഗെയിനിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും. അത് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു കോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുക, ഇതൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി, ഇതിന് ഇൻവെസ്റ്റിംഗ് മണിയാണോ സ്പെൻഡിങ് മണിയാണോ? നമ്മൾ ചിലപ്പോ നമുക്ക് ഭയങ്കര നമ്മൾ ടെൻഷനാണ്, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സന്ദർഭമാണ്. അപ്പൊ ടൂർ പോകണമെന്ന് മനസ്സിലാക്കാം. അപ്പം ആ ടൂർ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഒരുപാട് റിലാക്സേഷനും അല്ലെങ്കിൽ റിലീഫൊക്കെ കിട്ടുമെന്ന് സങ്കല്പിക്കുക. അപ്പൊ ആ ടൂറിന് 1000 രൂപ ചെലവാക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇൻവെസ്റ്റിംഗ് മണിയാണ്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണിയാണ്. എന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കറങ്ങുകയാണ്, പൈസ ചെലവാക്കുകയാണെങ്കിൽ അത് സ്പെൻഡിങ് മണി ആയിരിക്കും. സോ ആ ഒരു ഇൻവെസ്റ്റിംഗ് മണിയാണോ സ്പെൻഡിങ് മണിയാണോ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങളെ ചെയ്യാൻ. ഇൻവെസ്റ്റിംഗ് മണി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെലവാക്കാം. സ്പെൻഡിങ് മണി ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തിരിച്ച് അതിൽ നിന്ന് വലിയൊരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. സോ അത് കുറക്കുക, ഇൻവെസ്റ്റിംഗ് മണി കൂട്ടുക. അപ്പൊ നമുക്ക് ലൈഫിലേക്ക് അത് എന്ത് ചെയ്യും, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. റൈറ്റ്. Then last point, highly motivated and continuously strive to improve themselves. Highly motivated ആയിരിക്കണം. മോട്ടിവേറ്റഡ് പറഞ്ഞാൽ വേറെ ആളിങ്ങനെ മോട്ടിവേഷൻ തരാൻ വരട്ടെ, അല്ലെങ്കിൽ വേറെ ആള് പറഞ്ഞ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കയറും, പിന്നെ നമ്മൾ ഡൗൺ ആയിപ്പോയി. അങ്ങനെയല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് സെൽഫ് മോട്ടിവേഷൻ ആണ്. നമ്മൾ എന്റെ ലൈഫിലേക്ക് എന്ത് വേണം എന്നുള്ളത് ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയി ചെയ്യാം. അങ്ങനത്തെ ആളുകളാണ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന് സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണം, പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ആരോഗ്യം എങ്ങനെ സ്പെൻഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കണ്ട, ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം മോട്ടിവേറ്റഡ് ആയി ആളുകളെല്ലാം ആ വ്യക്തി എന്ത് ചെയ്യും, ഒക്കെ കൺട്രോൾഡ് ആയി ചെയ്യും. ദെൻ കണ്ടിന്യൂസ്ലി സ്ട്രൈവ് ടു ഇംപ്രൂവ് ദംസെൽഫ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഒരാൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, എനിക്ക് എന്റെ പേഴ്സണാലിറ്റി ഒന്ന് മാറ്റണം, എന്റെ ബിഹേവിയറിൽ കുറച്ചുകൂടി അപ്ഡേഷൻ കൊണ്ടുവരണം, എന്റെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം, എന്റെ ബിഹേവിയർ അല്ലെങ്കിൽ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം, മറ്റു സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ സ്വയം ഒരു സെൽഫ് ഇമ്പ്രൂവ്മെന്റിന് ഇങ്ങനെ ശ്രമിച്ചു കൊടുക്കുക. അതല്ല, ചില ആളുകൾ ഉണ്ടാവും, എനിക്കെന്റെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എനിക്കറിയില്ല, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ അതും അറിയില്ല, എനിക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുണ്ട് അതറിയില്ല. ഇങ്ങനെ ഒന്നിനെ കുറിച്ചും അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും, ഒരു സെൽഫ് അവയർനെസ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. സോ അവരൊന്നും ഫുള്ളി ഫങ്ഷനിങ് അല്ല. കൃത്യമായിട്ട് നമുക്ക് നമ്മളെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്, നമ്മളിങ്ങനെ ഇംപ്രൂവ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനത്തെ ആളുകൾക്കുള്ള ഒരു മോട്ടോ ആണ് ബി ബെറ്റർ. വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുക, എത്ര പെർഫെക്റ്റ് ആണെങ്കിലും വീണ്ടും വീണ്ടും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവർക്കുള്ള മോട്ടോ. റൈറ്റ്. അപ്പോ കോൾ റോജേഴ്സിന്റെ തിയറി ഓഫ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ മനസ്സിലായി എന്ന് വിചാരിക്കാം. ഇനി ഇത്തരം ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആവാനുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഓപ്പൺ ടു എക്സ്പീരിയൻസ്. ദാറ്റ് മീൻസ് ആക്സെപ്റ്റ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ്. പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും എല്ലാത്തിനെയും ഒരു പോസിറ്റീവ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവുക. ഇത് കട്ടായിട്ടില്ലല്ലോ, ലൈന് കട്ടായിട്ടില്ലല്ലോ? ഓക്കെ, കോൾ വന്നുകൊണ്ട് വന്നതാണ് കേട്ടോ. നമുക്കൊരു പോസിറ്റീവ് വന്നു, ഒരു ഭാഗ്യം വന്നു, അല്ലെങ്കിൽ നമ്മൾ ജയിച്ചു, അല്ലെങ്കിൽ നമുക്ക് കുറെ മാർക്ക് കിട്ടി, നമ്മൾ അതിന് ഭയങ്കര സന്തോഷം ആഘോഷിക്കും. ഇനി നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് ഒന്ന് സങ്കല്പിക്കുക, നെഗറ്റീവ് ഇമോഷൻ, നമുക്ക് വേണ്ടപ്പെട്ട ആൾ മരിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫെയിൽഡ് ആയി,
ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, പറ്റ ഡൗൺ ആയി പോവാ. അപ്പം ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിലും അദ്ദേഹം ഒരുപാട് ആഘോഷിക്കൂല, നെഗറ്റീവ് ആണെങ്കിലും ഒരുപാട് എന്ത് ചെയ്യൂല, പിന്നെ സങ്കടപ്പെടൂല. എപ്പോഴും ബാലൻസ്ഡ് ഇമോഷൻസ് ഉള്ള ആളുകളായിരിക്കും. ഓക്കെ, സോ ദേ ട്രൈ ടു ചേഞ്ച് നെഗറ്റീവ് ഇമോഷൻ ഇൻ ടു പോസിറ്റീവ്. ഒരു നെഗറ്റീവ് ലൈഫിൽ വന്നാൽ ഓരെന്താ ചിന്തിക്കാറോ, ഇതിപ്പോ എന്തായിരിക്കും എനിക്ക് ഇതിൽ നിന്നുള്ള പോസിറ്റീവ്. നമ്മൾ വിശ്വാസികളൊക്കെ ആണെങ്കിൽ ഇവർ പറയും ഇതൊരു പരീക്ഷണമാണ് അല്ലെങ്കിൽ അടുത്തൊരു നന്മ വരാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് വന്ന് സങ്കല്പിക്കുക, എന്തായിരിക്കും അതിന്റെ പോസിറ്റീവ്, അതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ദൈവം നമുക്കൊരു പോസിറ്റീവ് ഇടുന്നുണ്ടാകാം എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻസ് ആണ് അവിടെ ആക്ച്വലി. അപ്പൊ അവരുടെ നെഗറ്റീവ് ആയിട്ട് അവർക്ക് എന്തിനു വന്നാൽ അതിൽ നിന്ന് അവരെന്ത് ചെയ്യും, പാഠം ഉൾക്കൊണ്ടിട്ട് അതിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് അൺഎക്സ്പെക്ടഡ് ആയി തോറ്റ്. അപ്പൊ ആ വ്യക്തിക്ക് അതിനെ 2 രൂപത്തിൽ എടുക്കാം. ഒന്ന്, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ തോറ്റല്ലോ, എനിക്ക് വയ്യ, ഞാൻ ഈ കോഴ്സ് ഒഴിവാക്കാണ്, നിർത്തുകയാണെന്നൊക്കെ വിചാരിക്കാം. 2, ഞാൻ തോറ്റു, എനിക്ക് ഒരിക്കൽ കൂടി അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്, സോ ഞാൻ എന്ത് ചെയ്യും, ആ ഒന്നുകൂടിയും അതിനെ മനസ്സിലാക്കി പഠിച്ച് ഞാൻ മുന്നോട്ട് പോകും. അങ്ങനെ പോസിറ്റീവായിട്ട് അതിനെ ചിന്തിക്കാം. അപ്പം നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളിടത്താണ് കാര്യങ്ങൾ. ദെൻ ആക്സെപ്റ്റ് ദ ഫെയിലിയർ. അവർ തോറ്റാൽ അവർ പറയും, ഓക്കെ ഞാൻ തോറ്റു, ഞാൻ ഫെയിൽഡ് ആണ്, ഓക്കെ ഞാൻ സക്സസ് ആകും, പക്ഷെ ഇപ്പോൾ ഞാൻ ഫെയിൽഡ് ആണ്. അവരത് അംഗീകരിക്കും എന്നുള്ളതാണ്. അപ്പൊ അവർ ഓപ്പൺ മൈൻഡഡ് ടു എക്സ്പീരിയൻസ്, എന്ത് അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ ഓപ്പൺ മൈൻഡഡ് ആയി നേരിടുക എന്നുള്ളതാണ് ഒന്ന്. 2, എക്സിസ്റ്റൻഷ്യൽ ഔട്ട്ലുക്ക് ഇൻ ലൈഫ് എന്നുള്ളതാണ്. അഥവാ ഇൻ ടച്ച് വിത്ത് ഡിഫറെന്റ് എക്സ്പീരിയൻസസ്. ഏത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിനെ പോലെ തന്നെയാണ്, ഏത് എക്സ്പീരിയൻസിനോടും അവരിങ്ങനെ എന്ത് ചെയ്യും, കണക്റ്റഡ് ആയി നിൽക്കും. അവോയ്ഡ് പ്രീ ജഡ്ജിങ് ആൻഡ് പ്രീ കൺസെപ്ഷൻസ്. മുൻകൂട്ടി ചിന്തിക്കുകയോ അല്ലെങ്കിൽ മുൻകൂട്ടി ജഡ്ജ് ചെയ്ത് വെക്കൊന്നുമില്ല. അഥവാ അത് എന്താണ് സംഭവിക്കുക, അത് വരട്ടെ അപ്പൊ നോക്കാം എന്നുള്ളതായിരിക്കും. ഞാൻ പരാജയപ്പെടും എന്ന് കരുതിയിട്ട് പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ കോഴ്സിൽ ചേരാതിരിക്കുക, അല്ലെങ്കിൽ ഗൾഫിൽ പോയ ജോലി ശരിയാവില്ല എന്ന് കരുതിയിട്ട് ഗൾഫിലേക്ക് പോകാതിരിക്കുക, അങ്ങനത്തെ പ്രീ ജഡ്ജ്മെന്റ് ഒന്നും അവര് ചെയ്യാറില്ല. ദെൻ അപ്രീഷിയേറ്റ് ദ പ്രസൻസ്. അവരെപ്പോഴും ഇങ്ങനെ പ്രസന്റിൽ ജീവിക്കുന്ന ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ലിവ് ഇൻ ദ പ്രസന്റ്, അല്ലെ? നമ്മൾ പ്രസന്റിൽ ജീവിക്കുക എന്നാണ് പറയാറുള്ളത്. വിത്തൗട്ട് ഹാവിങ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പാസ്റ്റ്. ഫാസ്റ്റ് അല്ല കേട്ടോ, പാസ്റ്റ് ആണ്. പാസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഒരു കാര്യമില്ല. ഇന്നലെ ഞാനൊരു കളി തോറ്റു, ഓക്കെ, ഇന്ന് ഞാനെ കുറിച്ച് ചിന്തിക്കുകയാണ്, എന്നാലും തോറ്റല്ലോ, ഞാൻ ഒന്നിനും പറ്റൂലല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്താണ് ഷേക്സ്പിയർ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് അറിയോ ആർക്കെങ്കിലും? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹലോ, ഞാൻ കേട്ടില്ല. നോ സർ. ഇല്ലെങ്കിൽ നോ സാറെങ്കിലും പറയും. വാട്ട് ഈസ് ഡൺ ദാറ്റ് കനോട്ട് ബി അൺഡൺ. അങ്ങനെ പറഞ്ഞു വെച്ചത്. വാട്ട് ഈസ് ഡൺ, എന്താണ് സംഭവിച്ചത്, ദാറ്റ് കനോട്ട് ബി അൺഡൺ. പിന്നെ അത് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. മലയാളത്തിൽ ചൊല്ലില്ലേ, മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ, പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും അത് പോയതാണ്, ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ത് മലയാളം, പൂവർ മലയാളീസ്. അല്ല, ഓക്കെ. ദെൻ നോ വറി അബൌട്ട് ദ ഫ്യൂച്ചർ. ഇവർക്ക് ഭാവിനെ കുറിച്ചും പ്രത്യേകിച്ച് ഒരു ആകുലതകളൊന്നും ഉണ്ടാവില്ല. നാളെ എന്തായിരിക്കും, എനിക്ക് നാളെ സേവിങ്സ് ഇല്ലല്ലോ, നാളെ ഞാൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെ നാളെകളെ കുറിച്ച് ചിന്തിച്ച് ആവലാതിപ്പെടാത്ത ആളുകളായിരിക്കും. അപ്പം ഇന്നിങ്ങനെ ജീവിച്ചു പോവാ, റൈറ്റ്. നാളെ പരിഗണിക്കൂല എന്നല്ല കേട്ടോ, ഫ്യൂച്ചറിനെ പരിഗണിക്കൂല എന്നല്ല, പക്ഷെ ഓവർ ടെൻഷൻ നാളെകളെ കുറിച്ച് ഉണ്ടാവില്ല. അപ്പൊ മക്കളൊക്കെ വലുതാവാണ്, അവരെന്താവും എനിക്കറിയില്ല, എന്നെ നോക്കുമെന്ന് എനിക്കറിയില്ല, അവർക്ക് ജോലി കിട്ടുമെന്ന് അറിയില്ല, അവർ എങ്ങനെയാണ് താമസിക്കുക, എങ്ങനെ വലുതാവുക, അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. നാളെയാണ്, ഇന്ന് എല്ലാവരും ഹാപ്പി ആണോ, ഓക്കെ, അത്രമാത്രം. ദെൻ ട്രസ്റ്റ് ഫീലിംഗ് ആണ് മൂന്നാമത്തെ അവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ബിലീവ് വൺസ് ഓർ ഡിസിഷൻസ്. എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും, എന്ത് കാര്യങ്ങൾ അവര് തീരുമാനം എടുക്കുകയാണെങ്കിലും അതിൽ അവർ ഉറച്ചു വിശ്വസിക്കും. പിന്നെ ചില ആൾക്കാരുണ്ടോ അങ്ങനെ ചാഞ്ചാടി കൊണ്ടുവെക്കും, അവിടെ അത് ശരിയാവില്ല, ഇത് വേണം, ഇത് ശരിയാവില്ല, അത് വേണം എന്ന് പറഞ്ഞിട്ട് അക്കരെ പച്ച എന്നൊക്കെ പറയില്ലേ, എപ്പോഴും അവരിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കും. ഇവർ ചിലൊരു തീരുമാനം ആലോചിച്ചെടുക്കും, ആ എടുത്ത തീരുമാനത്തിൽ ഉറച്ചെടുക്കും. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അവരുടെ ഒരു ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരെ വിശ്വസിക്കും. അതിലൊരു കോൺഫിഡന്റ് ആയിട്ട് ട്രസ്റ്റ് അവരുടെ മനസ്സിലുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് 4 ക്രിയേറ്റിവിറ്റി ആണ്. അത് വളരെ വ്യത്യസ്തമായി, ക്രിയേറ്റീവായി, സർഗാത്മകമായി ചിന്തിക്കാൻ പറ്റുക. അതുപോലെ തന്നെ എവറിത്തിങ് ടു അഡ്ജസ്റ്റ്, എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളായിരിക്കും. ഒരാൾ നമുക്ക് കടം തരാനുണ്ട്, പൈസ കടം വാങ്ങി തരുന്നില്ല, അപ്പൊ അതേമാതിരി അയാൾക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും
ഈ ഉണ്ടാകുന്ന സമയത്ത് തന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് അത് എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. ദെൻ സീക്ക് ന്യൂ എക്സ്പീരിയൻസസ്, എപ്പോഴും ഒരു പുതിയ അനുഭവങ്ങളെ തേടി ഒരു യാത്ര അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടാവണം, അതിന് എന്താണെന്ന് അറിയാലോ, നമുക്ക് അവിടെ നിന്ന് പോവാ, അതെന്താന്ന് കാണാലോ എന്നൊക്കെയുള്ള കുറെ ആങ്സൈറ്റി അവരുടെ മനസ്സിലുണ്ടാവും. ദെൻ ഫുൾഫിൽഡ് ലൈഫാണ്, അഥവാ അവരുടെ ലൈഫ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കണ്ടന്റഡ് അഥവാ ഹാപ്പി സാറ്റിസ്ഫൈഡ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ആയിരിക്കും അവരുടെ ലൈഫ്. ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കില്ല, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പരാതി പറയാനുമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. റൈറ്റ്. ലുക്കിംഗ് ഫോർ എ ന്യൂ ചലഞ്ചസ് ആൻഡ് എക്സ്പീരിയൻസ്, പുതിയ അനുഭവങ്ങളും പുതിയ ചലഞ്ചസും അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താണോ ഉള്ളത് കൊണ്ട് ഹാപ്പിയായി, സാറ്റിസ്ഫൈഡ് ആയി, കണ്ടന്റഡ് ആയി മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺസ്. സോ ഇനി ഇത് മൊത്തത്തില് ലേണിംഗ് തിയറീസിലേക്കുള്ള എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ്. റൈറ്റ്. സോ ലേണിംഗ് ഈസ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ്, ടേക്ക് പ്ലേസ് അറ്റ് എ ഡിഫറെന്റ് ലെവൽ. പഠനം എന്ന് പറയുന്നത് വ്യത്യസ്ത തരം പഠനങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളുണ്ട്, വ്യത്യസ്ത തരങ്ങളുണ്ട്. അത് നമ്മൾ എല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ കഴിയില്ല, അതിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ രീതിയും എല്ലാവർക്കും പറ്റൂല. ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 2, പ്രീവിയസ് എക്സ്പീരിയൻസ് ആൻഡ് സ്റ്റുഡൻസ് ഇന്റലിജൻസ് ഡിറ്റർമിൻ ദ മെത്തേഡ് ഓഫ് ലേണിംഗ്. ഒരാളുടെ പ്രീവിയസ് എക്സ്പീരിയൻസുകളും അവന്റെ ഇന്റലിജൻസ്, കപ്പാസിറ്റി, കൊഗ്നിഷൻ, അതൊക്കെയാണ് അവൻ ഏത് മെത്തേഡിലൂടെ പഠിക്കണം എന്ന് തീരുമാനിക്കുക. അപ്പൊ നമ്മളെ കയ്യിൽ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, ലെക്ചറിങ് മാത്രമേ നമുക്ക് അറിയുള്ളൂ, അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. അതിനു മുമ്പ് ഒരാള് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡിൽ പഠിച്ചു വന്നു, എൻക്വയറി മെത്തേഡിൽ പഠിച്ചു വന്നിട്ടാണെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ മെത്തേഡ് ആയിരിക്കും സ്യൂട്ടബിൾ ആവുക. അപ്പോൾ ഡിഫറെന്റ് മെത്തേഡ്സ് നമുക്ക് അറിയണം എന്നുള്ളതാണ്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള മെത്തേഡ്സും അവരുടെ ഇന്റലിജൻസിനനുസരിച്ചുള്ള കാര്യങ്ങളുമാണ് പഠിക്കുക. 3, ടീച്ചിങ് മെത്തേഡ് ഷാൾ ബി പ്ലാൻഡ് അക്കോർഡിംഗ് ടു ദ ഇന്റലക്ച്വൽ എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. നമ്മുടെ മുന്നിലുള്ള കുട്ടികളുടെ ഇന്റലക്ച്വൽ എബിലിറ്റി മനസ്സിലാക്കി വേണം നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ. ഒരു ടോപ്പിക്ക് നമ്മൾ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ കുട്ടികളുടെ ഇന്റലിജൻസും അവരുടെ എബിലിറ്റിയും അവരുടെ ഇമോഷനും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. 4, ദ ടീച്ചർ ഷുഡ് ഹാവ് ദ നോളജ് ഓഫ് ഡിഫറെന്റ് ലേണിംഗ് തിയറീസ്. നമ്മൾ പാവ്ലോവിന്റെ തിയറി ആണെങ്കിലും സ്കിന്നർ തിയറി ആണെങ്കിലും മാസ്ലോ ആണെങ്കിലും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, എല്ലാതും അധ്യാപകർക്ക് അറിഞ്ഞിരിക്കണം. കാരണം നോ സിംഗിൾ തിയറി ഓഫ് ലേണിംഗ് കുഡ് ബി കൺസിഡേർഡ്. ഏതെങ്കിലും ഒരു തിയറി മാത്രമാണ് ശരി എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും, ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും ഇഷ്ടം ഉണ്ടാവുക, അവർക്ക് അതായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നുണ്ടാവുക. സോ ചില സമയത്ത് നമ്മൾ കൺസ്ട്രക്റ്റീവ്സ് എടുക്കേണ്ടി വരും, ചില സമയത്ത് ബിഹേവിയർസ് എടുക്കേണ്ടി വരും, ചില സമയത്ത് പിന്നെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിങ് എടുക്കേണ്ടി വരാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള തിയറികൾ നമ്മൾ കൈക്കൊള്ളേണ്ടി വരും. ദെൻ ക്രിയേറ്റ് അപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ ഫോർ ലേണിംഗ്. ഓരോ കുട്ടിക്കും പഠിക്കാൻ വേണ്ട സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും വേണ്ട സിറ്റുവേഷൻ, ഓരോരുത്തർക്കും തന്നെ ക്ലാസ്സിൽ ഇങ്ങനെ കുറെ സിറ്റുവേഷൻ ഉണ്ടാക്കാന്നല്ല, ഓരോരോ ടോപ്പിക്ക് ഓരോ മെത്തേഡ്സിലൂടെ പഠിപ്പിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിട്ട് വന്നോളും. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കുവാൻ ഉള്ളത്. അപ്പം നമ്മള് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് തിയറീസ് പഠിച്ചു, അതിനൊക്കെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് പഠിച്ചു, അതിന്റെ ഒക്കെ പിന്നെ ലിമിറ്റേഷൻസ് പഠിച്ചു, അതിന്റെ നാച്ചുറൽ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് പഠിച്ചത്. സോ ചില തിയറികൾ ഇനി വേറെയും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ എനിവേ ഇത്രയാണ് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് ഒരു 3-4 സെഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്തിട്ടുള്ളത്. അത് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇങ്ങനെ കണ്ടന്റൊക്കെ ചുരുക്കിയും ആളുകളുടെ കുറവും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. സോ എനിവേ നമ്മൾ ഒരു യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക, തിയറികളൊക്കെ അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് കൂടുതൽ ഈ തിയറിയെ കുറിച്ച് വളരെ കുറച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, കുറച്ചധികം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ തിയറികളൊക്കെ പഠിച്ചിട്ട് പരീക്ഷയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റട്ടെ. എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് അഥവാ ഈ തിയറി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ പറയാണ്. സോ ഇത്രയും ഈ ഒരു യൂണിറ്റ് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.